ഹലോ, അപ്പം എൻ്റെ പേര് സാൻഡ്ര. നിങ്ങൾ പലർക്കും എന്നെ അറിയായിരിക്കും. പലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേനും ഇവളും തുടങ്ങിയോന്നൊക്കെ. യെസ്, ഞാനും തുടങ്ങി. സാൻഡ്ര യൂട്യൂബ് ചാനൽ. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ചുമ്മാ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല സംഭവങ്ങളും ചുമ്മാ വീഡിയോ ആയിട്ട് എൻ്റെ സ്കിൽസൊക്കെ, എഡിറ്റിംഗ് സ്കിൽസൊക്കെ വെച്ച് ഇടാന്നൊക്കെ. വലിയ സ്കിൽസ് ഒന്നല്ല, ചെറുതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് എനിക്ക് തോന്നി. കുറേ നാളോട് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനുള്ള ആ ഒരു ഊർജം കിട്ടിയത്, എനർജി കിട്ടിയത്. അപ്പം എനിക്കിനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വീഡിയോസൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ഞാൻ പാട്ട്, ഡാൻസ്, റീൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കിഷ്ടമുള്ള രീതിക്ക് ചെയ്ത്, എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് കാണുന്നത് എന്നെ അറിയാവുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കളാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു, ഞാൻ എന്തിനാണ് ഈ യൂട്യൂബിൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇവളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ തന്നെയാണ്. വലിയ മേനൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാഹചര്യങ്ങൾ നമ്മളെ പലതിലും കൊണ്ടെത്തിക്കുമല്ലോ. ഇത് സാഹചര്യങ്ങളൊന്നല്ല, എനിക്ക് തോന്നിയപ്പോൾ നമുക്ക് തോന്നുന്ന നമ്മളപ്പോൾ ചെയ്യണമല്ലോ. നമ്മൾ പിന്നെ ആലോചിച്ച് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടേയും കൂടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പം കാണിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ചില ആൾക്കാർ, ഇപ്പം എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്നെ അറിയാവുന്ന ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ ഞാൻ സംസാരിച്ചു പോലും കണ്ടു കാണത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഇത് കാണുന്നത് അവർ ചിലപ്പോൾ ഞെട്ടുമായിരിക്കും, ഇവളെന്താ ചെയ്യാൻ പോടെ, അല്ലെങ്കിൽ ഇത്ര സംസാരിക്കുമെന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും. യെസ്, ഞാൻ അഭിനയിക്കുകയായിരുന്നു, ഞാൻ സംസാരിക്കുന്നതായിട്ടൊക്കെ. അങ്ങനെയൊന്നും അല്ല, എനിക്ക് കൂടുതൽ അടുപ്പമുള്ളിടത്ത് ഞാൻ സംസാരിക്കും. ഇത് ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. കാരണം നമ്മൾ വീഡിയോസ് ചെയ്യുമ്പം നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല ആൾക്കാരും കാണും ഈ ലോകത്ത്. നമ്മൾ വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എന്താണെങ്കിലും പല ആൾക്കാരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും. അപ്പം നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്താൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരണം എന്ന് എന്നെ പഠിപ്പിച്ചൊരു സുഹൃത്ത് എനിക്കുണ്ട്. ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയാതെ പറഞ്ഞില്ലെങ്കിൽ മോശമായി പോവും. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അഞ്ജിത MB. അഞ്ജിതയാണ്. അഞ്ജിതയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അഞ്ജിത എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെയൊക്കെ. അപ്പം ഇന്നും കൂടെ അഞ്ജിതയുടെ പാരഡി കേട്ടോ. അഞ്ജിതയെ പറ്റി രണ്ടു പേർക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം അഞ്ജിതയുടെ ഒരു പാരഡി നമ്മൾ കാനഡയിൽ വന്നിട്ട് ഞാൻ ആ പാരഡിയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യോ, അത് ഫാൻ ആയിപ്പോയാലേ ആ പാരഡിയൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ, അത് ഇതുവരെ എക്സ്ക്ലൂസീവ് ആണ്, ഇതുവരെ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ആ പാരഡിയൊക്കെ പുറത്തുവിടുന്നതായിരിക്കും. യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഇടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പം ഓക്കെ, ബൈ. ശുഭദിന. നിങ്ങൾ ഈ വീഡിയോയുടെ പുറകിൽ നിന്ന് പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അത് വളരെ സ്വാഭാവികം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അറിഞ്ഞൂടെ ഇഷ്ടപ്പെട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലൊന്ന് ജസ്റ്റ് കയറി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഒക്കെ ഞാൻ ജന്മത്തിൽ പറയുന്നത് വിചാരിച്ചതേ അല്ല, ഇപ്പോഴാണ് ഒരു എനർജിയൊക്കെ വന്നത് ചെയ്യാനൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് അപ്പോൾ ഓക്കെ.